ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വേൾഡ് ഹിസ്റ്ററിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇതിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, അമേരിക്കൻ റവല്യൂഷൻ, അതേപോലെ തന്നെ ചൈനീസ് വിപ്ലവം, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കുന്നത്. കൂടാതെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. PSC ഏറ്റവും കൂടുതൽ ചോദിച്ച പോയിൻറ്റ്സുകൾ എല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ 2021 മുതൽ 2025 വരെ PSC ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മുഴുവൻ PYQസും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും റീസെൻ്റായിട്ട് നടന്ന CPO WCPO എക്സാമിന് പോലും ഈ ഒരു മേഖലയിൽ നിന്ന് 2 മാർക്കോളം നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നിങ്ങൾ മൊത്തമായി ക്ലാസ് കാണണം. ക്ലാസ് മൊത്തമായി കണ്ട ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഭാഗത്ത് നിന്നും വരുന്ന മുഴുവൻ ചോദ്യങ്ങളുടെയും ഉത്തരം എഴുതാനായിട്ട് നിങ്ങൾ പ്രാപ്തരായിരിക്കും. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ആദ്യം നോക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ നമുക്ക് നോക്കാം. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 11. ഈ ഒരു ഓപ്ഷൻ കാണുമ്പോൾ തന്നെ ഈ ഒരു ഭാഗവുമായി അത്യാവശ്യം ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചൊരു ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് കണ്ടൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഈ ഒരു ഫാക്റ്റ് നിലവിൽ തെറ്റാണ്. അടുത്തത് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലൂയി 15. നമ്മുടെ ആൻസർ ശരിയാണ്. അടുത്തത് നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചൂടെ എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മേരി ആൻ്റോണിയറ്റ്. ഈ 2 പ്രസ്താവനകളും നിലവിൽ ശരിയാണ്. അതായത് ഓപ്ഷൻ 2ഉം ഓപ്ഷൻ 3ഉമാണ് ഇതിൽ ശരിയെന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് നിലവിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി ഫാക്റ്റിലേക്ക് നോക്കാം. കാരണം നമ്മൾ ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വ്യക്തികളാണ് ഈ പറയുന്ന ലൂയി രാജാക്കന്മാരെക്കുറിച്ചും അതേപോലെ തന്നെ ലൂയി 16 ഭാര്യയായിട്ടുള്ള മേരി ആൻ്റോണിയറ്റ്. കൂടാതെ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഈ ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച ചിന്തകരാരൊക്കെയാണ്, അവരുടെ പുസ്തകങ്ങൾ ഏതൊക്കെയാണ്. ഇതൊക്കെ കഴിഞ്ഞ 2024 LDCയിൽ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ്. ആദ്യം നമുക്ക് ലൂയി 14 കുറിച്ച് പറയാം. ലൂയി 14 ആരെന്ന് പറയുന്നത് ഞാനാണ് രാഷ്ട്രമെന്ന് പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചാൽ മക്കളെ അത് ലൂയി 14 ലൂയി 14 ഞാനാണ് രാഷ്ട്രമെന്ന് പറഞ്ഞത്. പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം ഒത്തിരി തവണ PSC ചോദിച്ച ചോദ്യമാണ്. ഞാനാണ് രാഷ്ട്രമെന്ന് പറഞ്ഞത് മക്കളെ ആരാണ് ഞാനാണ് രാഷ്ട്രം? ലൂയി 14. ഇനി എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ ആരാ? ലൂയി 15. എനിക്ക് ശേഷം പ്രളയമെന്ന് പറഞ്ഞ രാജാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലൂയി 15. അതേപോലെ തന്നെ നമുക്കറിയാം ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് ആരായിരുന്നു ഇവിടുത്തെ രാജാവ് എന്ന് ചോദിച്ചാൽ ലൂയി 16. ഒട്ടും കാര്യപ്രാപ്തിയോ കഴിവും ഇല്ലാത്ത ഒരു രാജാവായിരുന്നു ലൂയി 16. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കുപ്രസിദ്ധി കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രസിദ്ധി ആർജിച്ച ഒരു ആളായിരുന്നു മേരി ആൻ്റോണിയറ്റ്. പാവപ്പെട്ട ജനങ്ങൾക്ക് അന്നന്ന് കഴിക്കാനുള്ള റൊട്ടി പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് മേരി ആൻ്റോണിയറ്റ് എന്ന് പറയുന്ന ഈ രാജ്ഞി പറഞ്ഞത് നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ മക്കളെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചൂടെ എന്ന് പറഞ്ഞ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതാണ് മേരി ആൻ്റോണിയറ്റ്. ഒത്തിരി തവണ നമ്മളിത് ഡിസ്കസ് ചെയ്ത് പോയതാണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം, അതിനുശേഷം നമുക്ക് ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ച് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ലൂയി 14. ലൂയി 14 പറഞ്ഞതാണ് എന്ത്? ഞാനാണ് രാഷ്ട്രമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനാണ് രാഷ്ട്രമെന്ന് പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ആരാണ് ഞാനാണ് രാഷ്ട്രം? ലൂയി 14. അടുത്തത് എനിക്ക് ശേഷം പ്രളയം. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ ആരാ? ലൂയി 15 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത്. അതേപോലെ നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ എന്ന് പറഞ്ഞ രാജ്ഞി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂയി 16 ഭാര്യയായിട്ടുള്ള മേരി ആൻ്റോണിയറ്റ്. ഈ ഒരു സ്ത്രീ മറ്റൊരു കാര്യം കൊണ്ടും വളരെയധികം ശ്രദ്ധ ആകർഷിച്ചിരുന്നു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് നമുക്കറിയാം ഈ പറയുന്ന 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ആ ഒരു സമയത്ത് ഫ്രാൻസിൻ്റെ ജനങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം ദാരിദ്ര്യത്തിൻ്റെ പടുക്കുഴിയിൽ കിടക്കുന്ന ആ ഒരു ജനത.
ആ ഒരു ജനതയുടെ ആ ഒരു സിറ്റുവേഷനിൽ രാജാവ് തൻ്റെ പ്രജകളെ സംരക്ഷിക്കുന്നതിന് പകരം തൻ്റെ പത്നിയായിട്ടുള്ള മേരി അന്റോണിയറ്റ് എന്ന് പറയുന്ന സ്ത്രീക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുത്തത് വൈഡൂര്യമാലയായിരുന്നു. ഇത് അന്നാട്ടിലെ ജനങ്ങളെ അത്രത്തോളം ചൊടിപ്പിച്ചു. കാരണം അവർക്ക് അന്നന്ന് കഴിക്കാനുള്ള അവരുടെ റൊട്ടിക്ക് പോലും വകയില്ലാത്തൊരു സിറ്റുവേഷനിൽ അവരുടെ രാജാവിനോട് അവർ നിരന്തരം ആവശ്യപ്പെടുകയാണ്, ഞങ്ങൾക്ക് എന്താണ് നിലവിൽ ഞങ്ങൾക്ക് അത്രയധികം ദാരിദ്ര്യത്തിലാണ് ഞങ്ങൾ കഴിയുന്നത്, ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളത് രാജാവിനോട് ആവശ്യപ്പെടുന്ന ആ ഒരു സമയത്ത് തൻ്റെ പത്നിക്ക് വേണ്ടി വൈഡൂര്യമാല സമ്മാനമായി കൊടുക്കുന്ന ആ ഒരു രാജാവിനെ നമുക്ക് അന്നേരം എന്താണ് ആ രാജാവിനോട് തോന്നുന്നത് എന്താണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. അപ്പോൾ അത്രത്തോളം പൊറുതിമുട്ടിയ സാഹചര്യത്തിലാണ് രാജാവ് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത്. അപ്പോൾ 2 കാര്യങ്ങൾ കൊണ്ടാണ് മേരി അന്റോണിയറ്റ്, അപ്പോൾ 2 കാര്യങ്ങൾ കൊണ്ട് അത്രയധികം അന്നാട്ടിൽ ശ്രദ്ധ ആകർഷിച്ച അല്ലെങ്കിൽ അത്രത്തോളം വൈറലായിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു ആരെന്ന് പറയുന്നത് നമ്മുടെ മേരി അന്റോണിയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒന്നാണ് എന്തെന്ന് പറയുന്നത്, നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ എന്ന് പറയുന്ന ആ ഒരൊറ്റ വാക്കുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, അത്രയധികം ശ്രദ്ധ ആകർഷിച്ചു. അതേപോലെ തന്നെയായിരുന്നു മേരി അന്റോണിയറ്റിന് ഗിഫ്റ്റായിട്ട് കൊടുത്ത വൈഡൂര്യമാല. ഈ ഒരു വൈഡൂര്യമാലയും ഇട്ട് രാജ്ഞി എന്ത് ചെയ്തു, നിലവിൽ ആ ഒരു സമൂഹത്തിലൂടെ ഇറങ്ങി നടന്നതും അന്നാട്ടിലെ ജനങ്ങളെ അത്രത്തോളം ചൊടിപ്പിച്ചു. കാരണം ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്ന ജനങ്ങൾക്ക് വേണ്ടത് ഒരു നേരത്തെ റൊട്ടിയാണ്. അതുപോലും കൊടുക്കാനില്ലാത്ത രാജാവ് അത്രയും വലിയ ഒരു മാല ഗിഫ്റ്റായിട്ട് കൊടുത്തതും വളരെയധികം പ്രശ്നത്തിലേക്ക് കൊണ്ടുപോയി. ഇനി ബാക്കിയുള്ള 2 വ്യക്തികൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അവരാരൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് പഠിക്കാനുള്ള 2 വ്യക്തികൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പറയുന്നൊരു പേരാണ് റൂസോ എന്ന് പറയുന്ന വ്യക്തി. അതായത് സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ എന്താണ് പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ് മക്കളെ, റൂസോയാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്, റൂസോ ആണ്. അതേപോലെ തന്നെ സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്. ഓക്കെ, അപ്പോൾ സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ അതുമാര് തന്നെയാണ്, നമ്മുടെ റൂസോ തന്നെ പറഞ്ഞതാണ്. അതേപോലെ തന്നെ ജനങ്ങളാണ് എല്ലാത്തിൻ്റെയും പരമാധികാരി എന്ന് പറഞ്ഞ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും റൂസോ തന്നെയാണ്. ഓക്കെ, അപ്പോൾ റൂസോവിനെ കുറിച്ച് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തെ പോയിന്റ്സ് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, PSC എക്സാമുകളിൽ നിരന്തരം ചോദിക്കുന്ന ഒരു ബേസ് ലെവൽ ചോദ്യമാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്, മക്കളെ ശ്രദ്ധിക്കുക, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ, അങ്ങനെ ചോദിക്കുമ്പോൾ അതിൻ്റെ അകത്ത് മറ്റൊരു ചോദ്യം കൂടിയുണ്ട്, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ആരാണ്, അത് വോൾട്ടയർ ആണ്. ഓക്കെ, അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ റൂസോ ആണ്. പ്രവാചകൻ ശ്രദ്ധിക്കുക, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്ന് പറയുമ്പോൾ അത് റൂസോയും, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ്, ഓക്കെ, പിതാവ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അതാരാണ്, അത് വോൾട്ടയർ ആണ്. ഓർക്കണം, ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴും നമുക്ക് കൺഫ്യൂസിങ് ഉണ്ടാകും, നമ്മൾ മാറി എഴുതും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഈ ഒരു ചോദ്യം വരുമ്പോൾ കൈകാര്യം ചെയ്യാനായിട്ട്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുമ്പോൾ റൂസോയും, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വോൾട്ടയർ ആണ്. ഇനി ഒരു ചോദ്യം കൂടി അവിടെ ഇങ്ങനെ എപ്പോഴും ചോദിക്കുന്നതാണ്, ഇതുകൂടിയും പറഞ്ഞു വയ്ക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂസിങ് ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്നത് ആരാണ്, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അതാരാണ് മക്കളെ, അത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. ഓക്കെ, നമുക്കറിയാം നെപ്പോളിയൻ ബോണപ്പാർട്ട് 1769 ഓഗസ്റ്റ് 15 അദ്ദേഹം സെൻറ്റ് കോഴ്സിക്ക എന്ന് പറയുന്ന ദ്വീപിലാണ് ജനിക്കുന്നത്. ആധുനിക ഫ്രാൻസിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് നെപ്പോളിയനാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു, ലിറ്റിൽ കോർപ്പറൽ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും നെപ്പോളിയൻ തന്നെയാണ്. ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയം വരിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച വ്യക്തിയുമാണ്
നെപ്പോളിയൻ ബോണപ്പാർട്ട്. അദ്ദേഹം 1799 അധികാരം പിടിച്ചെടുക്കുന്നത്. ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായിട്ട് സ്വന്തം കഴിവുകൊണ്ട് അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചു 1804. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി തന്നെയായിരുന്നു ഈ പറയുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് പറയുന്നത്. പിന്നെ ബ്രിട്ടനെ സാമ്പത്തികമായി കീഴടക്കിയാൽ യൂറോപ്പിൻ്റെ മേൽ ആധിപത്യം നേടാമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹമാണ് ബ്രിട്ടനെതിരെ കോണ്ടിനെൻ്റൽ വ്യവസ്ഥ. ഒരിക്കൽ PSC ചോദിച്ചതാണ്, താഴെ പറയുന്നവയിൽ കോണ്ടിനെൻ്റൽ വ്യവസ്ഥ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ കോണ്ടിനെൻ്റൽ വ്യവസ്ഥ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കോണ്ടിനെൻ്റൽ വ്യവസ്ഥ താഴെ പറയുന്നവയിൽ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ് കോണ്ടിനെൻ്റൽ വ്യവസ്ഥ. അതേപോലെ തന്നെ ബെർലിൻ ശാസനങ്ങൾ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ട് നടപ്പിലാക്കിയ പുതിയ പരിഷ്കാരമാണ് ബെർലിൻ ശാസനങ്ങൾ. അതായത് 1806 അദ്ദേഹം ഔപചാരികമായിട്ട് ഈ പറയുന്ന സാമ്പത്തിക ഉപരോധങ്ങളൊക്കെ നിർത്തിക്കൊണ്ട് ബെർലിൻ ശാസനങ്ങൾ പുറത്തിറക്കുന്നത്. അതേപോലെ തന്നെ നെപ്പോളിയൻ കുറേ ഭരണപരിഷ്കാരങ്ങൾ ഫ്രാൻസിന് വേണ്ടി ആ ഒരു സമയത്ത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആരംഭിച്ചതാണ് സിങ്കിങ് ഫണ്ട്. അതായത് പൊതുകടം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിക്കുകയാണ്. അതിന് പറയുന്ന പേരായിരുന്നു എന്തെന്ന് പറയുന്നത്? സിങ്കിങ് ഫണ്ട് രൂപീകരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. എന്ത് സിങ്കിങ് ഫണ്ട് രൂപീകരിച്ചത്? സിങ്കിങ് ഫണ്ട് രൂപീകരിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്, സിങ്കിങ് ഫണ്ട്. അതേപോലെ തന്നെ എന്താണ്? ഗതാഗത പുരോഗതിക്ക് വേണ്ടിയിട്ട് നിരവധി റോഡുകൾ സ്ഥാപിച്ചു. അതേപോലെ തന്നെ പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ബാങ്ക് ഓഫ് ഫ്രാൻസ് രൂപീകരിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെപ്പോളിയൻ ആണ്. ബാങ്ക് ഓഫ് ഫ്രാൻസ്. അപ്പോൾ ബാങ്ക് ഓഫ് ഫ്രാൻസ് രൂപീകരിച്ചത് ആരാണ്? നെപ്പോളിയൻ ബോണപ്പാർട്ട് തന്നെയാണ്. അതേപോലെ 1814 ആദ്യമായിട്ട് അദ്ദേഹത്തെ നാടുകടത്തുന്നത്. അത് എൽബ ദ്വീപിലേക്കാണ് നാടുകടത്തുന്നത്. അതിനുശേഷം വാട്ടർലൂ യുദ്ധത്തിലാണ് 1815 അദ്ദേഹം എന്ത് ചെയ്യുന്നത്? മരിക്കപ്പെടുന്നത്. അപ്പോൾ 1815 വാട്ടർലൂ യുദ്ധത്തിൽ അദ്ദേഹം പരാജയപ്പെടുകയാണ്. അതിനുശേഷമാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയത് നമുക്കറിയാം അർതർ വെല്ലസ്ലി ആണ്. അതിനുശേഷം സെൻറ്റ് ഹെലേന ദ്വീപിലേക്കാണ് അദ്ദേഹത്തെ നാടുകടത്തുന്നത്. 1821 മെയ് 5 അദ്ദേഹം അന്തരിക്കുന്നത്. അപ്പോൾ 1821 മെയ് 5 അദ്ദേഹം അന്തരിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കൂടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ കുറിച്ച് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യം എന്ന് പറയുന്നത് മക്കളെ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ. അങ്ങനെയാണെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വോൾട്ടയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. അതായത് നമ്മൾ 1769 ഓഗസ്റ്റ് 15 അദ്ദേഹം ജനിക്കുന്നത്. ആധുനിക ഫ്രാൻസിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നു. അതേപോലെ ഫ്രഞ്ച് വിപ്ലവാനന്തരം അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു, ലിറ്റിൽ കോർപ്പറൽ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു, ലിറ്റിൽ കോർപ്പറൽ എന്നൊക്കെ അറിയപ്പെടുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയം വരിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച വ്യക്തിയും നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ട് അധികാരം പിടിച്ചെടുത്തത് 1799 അതേപോലെ തന്നെ നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി സ്വയം പ്രഖ്യാപിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 1804 സ്വയം പ്രഖ്യാപിച്ചത്. പിന്നെ മറക്കരുത് കോണ്ടിനെൻ്റൽ വ്യവസ്ഥ, ബെർലിൻ ശാസനങ്ങൾ, അതേപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്, പിന്നെ ബാങ്ക് ഓഫ് ഫ്രാൻസ്. ഇതൊക്കെ ആരുടെ കാലത്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെപ്പോളിയൻ ബോണപ്പാർട്ട്. ആദ്യമായിട്ട് എൽബ ദ്വീപിലേക്ക് 1814 അദ്ദേഹത്തെ നാടുകടത്തുന്നത്. അതേപോലെ തന്നെ എന്താണ്? വാട്ടർലൂ യുദ്ധത്തിലാണ് അദ്ദേഹം പരാജയപ്പെടുന്നത്. അർതർ വെല്ലസ്ലിയാണ് പരാജയപ്പെടുത്തിയത്. 1821 മെയ് 5 അദ്ദേഹം അന്തരിക്കുകയാണ്. ലെസ് ഇൻവാൻസിൽ എന്ന് പറയുന്ന പാരീസിലാണ് അദ്ദേഹത്തിൻ്റെ ശവകുടീരം. അപ്പോൾ ലെസ് ഇൻവാലിഡ്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഞാനാണ് രാഷ്ട്രം എന്നുള്ളതാണ്. അപ്പോൾ ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആരാണ്?
യെസ്, ലൂയി 14 ഞാനാണ് രാഷ്ട്രമെന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ എനിക്ക് ശേഷം പ്രളയമെന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ ലൂയി 15 നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചൂടെ എന്ന് പറഞ്ഞത് മേരി അന്റോണിയറ്റ് ആണ്. അതേപോലെ നമ്മൾ പറഞ്ഞു സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണെന്ന് പറഞ്ഞത് റൂസോ ആണ്. ജനങ്ങളാണ് എല്ലാത്തിൻ്റെയും പരമാധികാരി അങ്ങനെ പറഞ്ഞത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ്? റൂസോ തന്നെയാണ്. അതേപോലെ തന്നെ ഒരു കോട്ട് കൂടി പഠിച്ചു വച്ചോ, ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞത് ആസ്ട്രിയൻ ഭരണാധികാരിയായിട്ടുള്ള മെറ്റേണി ആണെന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും, ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞത് മെറ്റേർണി ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞത് മെറ്റേർണിയാണ്. അദ്ദേഹം ആസ്ട്രിയൻ ഭരണാധികാരിയാണ് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള വസ്തുതകളിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിനി ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് പഠിക്കാം. അതായത് രാജാവിൻ്റെ ഏകാധിപത്യ ഭരണത്തിനെതിരെയും ഉപരിവർഗത്തിൻ്റെ ജന്മിത്വത്തിനെതിരെയും സാമ്പത്തിക സാമൂഹിക അസമത്വത്തിനെതിരെയും 18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ആരംഭിച്ച രാഷ്ട്രീയ സാമൂഹിക കലാപം. ഓക്കെ, അപ്പോൾ എന്നാണ് ഫ്രഞ്ച് വിപ്ലവം ഏത് നൂറ്റാണ്ടിലാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ മക്കളെ ശ്രദ്ധിക്കുക, ഏത് നൂറ്റാണ്ടിലാണ്? 18-ാം നൂറ്റാണ്ടിലാണ് ഫ്രാൻസിൽ ആരംഭിച്ച രാഷ്ട്രീയ സാമൂഹിക കലാപമാണ് ഏതെന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവം. PSC വേണമെങ്കിൽ ചോദിക്കാം ഫ്രഞ്ച് വിപ്ലവം ഏത് നൂറ്റാണ്ടിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18-ാം നൂറ്റാണ്ടിലാണ്. ഇനി വർഷം ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ഒത്തിരി തവണ PSC ബേസ് ലെവൽ ചോദ്യമായിട്ട് ചോദിച്ചാണ്. എന്നാണ് ഫ്രഞ്ച് വിപ്ലവം നടന്നത്? 1789. ഓക്കെ, അപ്പോൾ 1789 ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. നിരവധി തവണ ചോദിച്ചതാണ്. നമുക്കറിയാം ഈ പറയുന്ന ഫ്രാൻസിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് 17-18 നൂറ്റാണ്ടുകളിൽ നിലവിൽ ജനങ്ങൾ എന്ന് പറയുന്ന ആളുകൾ, അതായത് അവിടെ ഏറ്റവും കൂടുതൽ 2 കാറ്റഗറി ആയിട്ട് നമുക്ക് തരംതിരിക്കാം. അതായത് ഒന്ന് ഈ പറയുന്ന രാജാവും രാജാവിൻ്റെ കിങ്കരന്മാരും, അതേപോലെ തന്നെ ഒരു സൈഡിൽ അവരുടെ എന്താണ് ഈ പറയുന്ന പോലെ തന്നെ പ്രഭുക്കന്മാരെന്ന് പറയുന്ന ഒരു കാറ്റഗറി, അതിന് തൊട്ടപ്പുറത്തായിട്ട് നിലവിലെ പാവപ്പെട്ട ജനങ്ങൾ. ഇവിടെ എല്ലാത്തിൻ്റെയും സുപ്രീം പവറായിട്ട് അന്ന് നമുക്ക് കാണാവുന്നത് പുരോഹിത വൃന്ദത്തിൽപ്പെട്ട 1ാമത്തെ എസ്റ്റേറ്റിൽപ്പെട്ട ആളുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അതായത് അന്ന് ഫ്രാൻസ് ഭരിച്ചിരുന്ന ഭരണാധികാരികൾ എന്ന് പറയുന്നത് ഏകാധിപതികളും അതേപോലെ തന്നെ ധൂർത്തന്മാരുമായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട ജനങ്ങളുടെ വിഷമതകളോ അതേപോലെ തന്നെ അവരുടെ ക്ഷേമോ ഇതൊന്നും ആയിരുന്നില്ല അന്നത്തെ രാജാക്കന്മാരുടെ അവർ നോക്കിക്കൊണ്ടിരുന്നത്. കാരണം അവർക്ക് ഒഴിവുവേളകളിൽ തൊട്ടടുത്ത രാജ്യങ്ങളുമായിട്ട് യുദ്ധങ്ങളിൽ ഏർപ്പെടുക, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, അവരുടെ തന്നെ കൊട്ടാരങ്ങൾ മോടി പിടിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരുന്ന രാജാക്കന്മാരായിരുന്നു 17-18 നൂറ്റാണ്ടിലെ ഫ്രാൻസിലെ രാജാക്കന്മാരെന്ന് പറയുന്നത്. അവരെ നമുക്ക് വിളിക്കാം ലൂയി രാജാക്കന്മാരെന്ന്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതാണ് ലൂയി 14, ലൂയി 15, ലൂയി 16 അങ്ങനെ 3 രാജാക്കന്മാരാണ് അന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിൽ നമ്മൾ പറഞ്ഞു ലൂയി 14 മക്കളെ ശ്രദ്ധിക്കുക, ആരാണ്? ഞാനാണ് രാഷ്ട്രം, ഞാനാണ് രാഷ്ട്രം ലൂയി 14. ലൂയി 15 എനിക്ക് ശേഷം പ്രളയം. ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്തെ ഫ്രാൻസിലെ രാജാവായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ലൂയി 16 എന്ന് പറയുന്ന രാജാവ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു മേരി അന്റോണിയറ്റ്. ഈ പറയുന്ന മേരി അന്റോണിയറ്റ് പറഞ്ഞ 2 കുപ്രസിദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് പ്രസിദ്ധി ആർജിച്ചത്. അതിലൊന്നായിരുന്നു ഏതെന്ന് പറയുന്നത് നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ. അതേപോലെ തന്നെ വൈഡൂര്യമാല വിവാദവുമായി ബന്ധപ്പെട്ട സ്ത്രീ താഴെ പറയുന്നവയിൽ ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും മേരി അന്റോണിയറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി. അതായത് 18-ാം നൂറ്റാണ്ടിലാണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. വർഷം 1789 എന്ന് പറഞ്ഞു. അന്ന് ഫ്രാൻസ് ഭരിച്ചിരുന്നത് ലൂയി രാജാക്കന്മാരാന്ന് പറഞ്ഞു. അതിൽ പ്രധാനികളായിരുന്നു 14, 15 അതേപോലെ തന്നെ 16. ഈ 3 പേരുടെയും പ്രത്യേകത എന്താണെന്നുള്ളതും കൂടാതെ 16ാമൻ്റെ ഭാര്യയായിട്ടുള്ള മേരി അന്റോണിയറ്റിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്കറിയേണ്ടത് ആ സമയത്ത് ഭരിച്ചിരുന്ന നമ്മുടെ ഈ രാജാക്കന്മാർ, അതായത് ലൂയി രാജാക്കന്മാർ ഏത് രാജവംശത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഏതായിരുന്നു? ബോർബൻ രാജവംശം. ഓക്കെ, അപ്പോൾ ബോർബൻ രാജവംശത്തിൽപ്പെട്ട രാജാക്കന്മാരാണ് അന്ന് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്?
ഫ്രാൻസ് ഭരിച്ചുകൊണ്ടിരുന്നത്. അതായത് ബോർബൺ ഡൈനാസ്റ്റി ആയിരുന്നു അന്ന് ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജാക്കന്മാർ. അതായത് ആരൊക്കെയാ? ഈ പറയുന്ന ലൂയി 14, ലൂയി 15, ലൂയി 16 ഏതാണ്? യെസ്, ബോർബൻ രാജവംശത്തിൽപ്പെട്ട രാജാക്കന്മാരായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അന്നത്തെ ഫ്രാൻസിൻ്റെ സൊസൈറ്റിയെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ഈ പറയുന്ന ഫ്രഞ്ച് സമൂഹത്തെ പറഞ്ഞിരുന്നത് എസ്റ്റേറ്റുകൾ എന്ന പേരിലാണ്. ഓക്കെ, അപ്പോൾ ഫ്രാൻസിൻ്റെ സൊസൈറ്റി അന്ന് അറിയപ്പെട്ടത് ഏത് പേരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ്റ്റേറ്റുകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഓക്കെ, അങ്ങനെ ഫ്രാൻസിൽ അന്ന് എത്ര എസ്റ്റേറ്റുകൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ എത്രയാണ്? 3 എസ്റ്റേറ്റുകൾ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അന്ന് ഫ്രഞ്ച് സമൂഹത്തെ എത്ര എസ്റ്റേറ്റുകളായിട്ടാണ് തിരിച്ചിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 എസ്റ്റേറ്റുകളായിട്ടാണ് തിരിച്ചിരുന്നത്. അപ്പോൾ ഫ്രാൻസിൻ്റെ സമൂഹത്തെ അന്ന് അറിയപ്പെട്ടത് ഏത് പേരിലാണ്? എസ്റ്റേറ്റുകൾ എന്ന പേരിലാണ്. അങ്ങനെ എത്ര എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു? 3 എസ്റ്റേറ്റുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. 18-ാം നൂറ്റാണ്ടിലാണ് രാജാവിൻ്റെ ഏകാധിപത്യ ഭരണത്തിനെതിരെയും ഉപരിവർഗത്തിൻ്റെ ജന്മിത്വത്തിനെതിരെയും സാമ്പത്തിക സാമൂഹിക അസമത്വത്തിനെതിരെയും 18-ാം നൂറ്റാണ്ടിൽ എന്ത് ചെയ്തു? ഫ്രാൻസിൽ ആരംഭിച്ച രാഷ്ട്രീയ സാമൂഹിക കലാപമാണ് ഏതെന്ന് പറയുന്നത്? ഫ്രഞ്ച് വിപ്ലവം. നടന്ന വർഷം നമ്മൾ പറഞ്ഞു. എന്നാണ് നടന്ന വർഷം എന്ന് പറയുന്നത്? യെസ്, 1789 എന്ത് ചെയ്യുന്നത്? ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. അന്ന് ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജാക്കന്മാർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ലൂയി രാജാക്കന്മാർ എന്ന പേരിലാണ്. അതിൽ പ്രധാനികളായിരുന്നു ആരൊക്കെ? ലൂയി 14 നമ്മൾ പറഞ്ഞു എന്ത്? ഞാനാണ് രാഷ്ട്രം. അടുത്തത് ലൂയി 15 പറഞ്ഞു എന്താണ്? എനിക്ക് ശേഷം പ്രളയം. ലൂയി 16 അന്ന് ഫ്രാൻസ് ഭരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് നമ്മൾ പറഞ്ഞു മേരി അന്റോണിയേറ്റ്. 2 കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ഒന്ന്, നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ? കേക്ക് തിന്നൂടെ. അതേപോലെ വൈഡൂര്യമാല വിവാദവുമായി ബന്ധപ്പെട്ട സ്ത്രീ ഏതാണ്? 2 തന്നെ, മേരി അന്റോണിയേറ്റ്. വെരി വെരി ഇമ്പോർട്ടൻ്റ്. അന്ന് ഫ്രാൻസിലെ ലൂയി രാജാക്കന്മാർ ഏത് രാജവംശത്തിൽപ്പെട്ടവരായിരുന്നു എന്ന് ചോദിച്ചാൽ മക്കളെ ആരാണ്? ബോർബൻ രാജവംശം. അപ്പോൾ രാജവംശം ചോദിച്ചു കഴിഞ്ഞാൽ ബോർബൻ രാജവംശത്തിലാണ്. ഓക്കെ, അതേപോലെ ഫ്രഞ്ച് സമൂഹത്തെ എന്തായിട്ടാണ് തിരിച്ചിരുന്നത്? എസ്റ്റേറ്റുകളായിട്ടാണ് തിരിച്ചിരുന്നത്. അങ്ങനെ എത്ര എസ്റ്റേറ്റ് ഉണ്ടായിരുന്നുടാ? 3 എസ്റ്റേറ്റാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അതായത് 18-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സമൂഹം എന്ന് പറയുന്നത്, അതിൻ്റെ അകത്ത് നമുക്ക് ഫ്രഞ്ച് സമൂഹത്തെ 3 എസ്റ്റേറ്റുകളായിട്ട് നമുക്ക് തരംതിരിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ 3 എസ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് എസ്റ്റേറ്റിൽപ്പെട്ട ആൾക്കാരായിരുന്നു ആരെന്ന് പറയുന്നത്? യെസ്, പുരോഹിതന്മാർ. ഓക്കെ, അപ്പോൾ 1ാമത്തെ എസ്റ്റേറ്റ് ആരാ? പുരോഹിതന്മാർ. 2ാമത്തെ എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ് ആണ് ആരെന്ന് പറയുന്നത്? യെസ്, പ്രഭുക്കന്മാരാണ് 2ാമത്തെ എസ്റ്റേറ്റ്. ഇനി 3ാമത്തെ എസ്റ്റേറ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആരെന്ന് പറയുന്നത്? ഈ 3ാമത്തെ എസ്റ്റേറ്റിനെ നമുക്ക് വീണ്ടും 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന്, ഫാർമേഴ്സ് എന്നറിയുന്ന ഒരു വിഭാഗം, അതേപോലെ തന്നെ ഫാക്ടറി ലേബേഴ്സ് എന്നറിയപ്പെടുന്ന മറ്റൊരു വിഭാഗം. അങ്ങനെ 2 വിഭാഗങ്ങളായിട്ട് നമുക്ക് നിലവിൽ എന്ത് ചെയ്യാം? ഈ പറയുന്ന തേർഡ് എസ്റ്റേറ്റിനെ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പുരോഹിതന്മാരെന്നറിയപ്പെടുന്ന വിഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഇവർ എന്താണ്? ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് പുരോഹിതന്മാരെന്നറിയപ്പെടുന്നത്. പ്രഭുക്കന്മാരെന്ന് പറയുന്നത് അന്നാട്ടിൽ ഏറ്റവും കൂടുതൽ ലാൻഡ് പാട്ടത്തിന് കൊടുത്തിരുന്ന, അതായത് ഭൂമി പാട്ടത്തിന് കൊടുത്തിരിക്കുന്ന വൻകിട കുറേ ഭൂവുടമകളുണ്ട്. അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈ പ്രഭുക്കന്മാരെന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഒരു വിഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് 2 വിഭാഗമുണ്ട്. അതായത് ഇവരാണ് ഏറ്റവും കൂടുതൽ ടാക്സ് അടച്ചുകൊണ്ടിരുന്ന ആൾക്കാർ. ഓക്കെ, അപ്പോൾ ടാക്സ് അടച്ചുകൊണ്ടിരുന്ന 2 വിഭാഗങ്ങളുണ്ട്. അതായത് ഫാർമേഴ്സും ഫാക്ടറി ലേബേഴ്സും. അതായത് ഈ പറയുന്ന രാജാക്കന്മാർക്ക് തൊട്ടടുത്ത രാജ്യങ്ങളുമായിട്ട് എന്ത് ചെയ്യണം? ഇടവേളകളിൽ അവർക്ക് യുദ്ധം ഉണ്ടാക്കണം. അതേപോലെ എന്ത് ചെയ്യണം? ഈ പറയുന്ന കൊട്ടാരങ്ങൾ എന്ത് ചെയ്യണം? കൊട്ടാരങ്ങൾ മോടി പിടിപ്പിക്കണം. ഇതിനൊക്കെ എന്ത് വേണം മക്കളെ? ഫണ്ട് വേണം. ഈ ഫണ്ട് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? അതെ, ഇവരുടെ ടാക്സിൽ നിന്നാണ്. അതായത് ഫാർമേഴ്സും അതേപോലെ തന്നെ ഫാക്ടറി ലേബേഴ്സും അടയ്ക്കുന്ന ടാക്സിൽ നിന്നാണ് ഇവർക്ക് എന്ത് കിട്ടുന്നത്? ഈ പറയുന്ന യുദ്ധത്തിനും അതേപോലെ തന്നെ എന്താണ് കൊട്ടാരങ്ങൾ മോടി പിടിപ്പിക്കുന്നതിനൊക്കെ ഉള്ള പണം കിട്ടുന്നത് രാജാക്കന്മാർക്ക്. അപ്പോൾ ഓരോ യുദ്ധങ്ങൾ വരുമ്പോഴും ഈ താഴേക്കടയിലുള്ള ജനങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക?
ഭീതിയുടെ നേടില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തില്ല, നിലവിൽ ചില സമയങ്ങളിൽ കാലാവസ്ഥ വ്യതിയാനം മൂലം വളരെയധികം കൃഷിക്ക് നാശമുണ്ടാകുന്നു. ആ ഒരു സമയത്ത് അവർക്ക് അടയ്ക്കേണ്ട നികുതി പോലും അടയ്ക്കാൻ കിട്ടാത്തൊരു സമയത്താണ് വീണ്ടും എന്ത് ചെയ്യുന്നത്, യുദ്ധത്തിൻ്റെ പേരിൽ ഈ പറയുന്ന ടാക്സ് ഇൻക്രീസ് ചെയ്യുന്നത്. ദാറ്റ് ടൈം അവരെന്ത് ചെയ്യുന്നു, വീണ്ടും കൊടിയ പോവേർട്ടിയിലേക്ക്, ദാരിദ്ര്യത്തിലേക്ക് തള്ളപ്പെടുന്നു. ഓക്കെ, അതേപോലെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും ഫാക്ടറി ലേബേഴ്സ് എന്ന് പറയുന്നൊരു വിഭാഗം. അവർക്കും എന്തില്ല, നിലവിൽ ഈ പറയുന്ന പോലെ തന്നെ അവർക്ക് വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് 12, 13, 14 മണിക്കൂറൊക്കെ വർക്കിംഗ് അവേഴ്സ് അവർക്ക് വരുന്നുണ്ട്. പക്ഷെ അവർക്ക് വേണ്ട ഒരു അവരുടെ വേതനം അവർക്ക് കിട്ടുന്നുണ്ടോ? കൂലിക്ക് വേണ്ട വേതനവും അവർക്ക് അവിടെ കിട്ടുന്നില്ല. അതുകൊണ്ട് അവരും എന്ത് ചെയ്യാണ്, അന്നന്നത്തെ റൊട്ടി തിന്നാനുള്ള വകയ്ക്ക് പോലും ഇല്ലാതെ കൊടിയ ദാരിദ്ര്യത്തിലാണ് ഈ പറയുന്ന 2 കാറ്റഗറി. ഇവരാണ് പിന്നീട് എന്തിലേക്ക് കൊണ്ടുപോകുന്നത്, ഈ പറയുന്ന അന്ന് ഫ്രാൻസിൽ വന്ന രാഷ്ട്രീയ സാമൂഹിക കലാപം, അതായത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മെയിൻ ആൾക്കാരെന്ന് പറയുന്നത് ഇവരാണ്. ഇതിനകത്ത് കുറച്ച് ആൾക്കാർ കൂടി ഉണ്ട് കേട്ടോ, പ്രൊഫഷണൽസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവരാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഈ പറയുന്ന ഇവരെ നയിക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്ന പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. അതായത് എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അതേപോലെ തന്നെ അധ്യാപകർ, ബാങ്കേഴ്സ്, അവരൊക്കെയാണ് പ്രൊഫഷണൽസ്. അപ്പോൾ അങ്ങനെ ഒരു കാറ്റഗറി കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് മെയിനായിട്ട് അതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് പഠിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗബല്ലെ എന്ന് പറയുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗബല്ലെ എന്ന് പറയുന്ന സംഭവം എന്താണെന്നുള്ളത്. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഗബല്ലെ. എന്താണ് മക്കളെ ഗബല്ലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രാൻസിൽ ഉപ്പിൻ്റെ ഉപഭോഗം സംബന്ധിച്ച് ഈടാക്കിയിരുന്ന നികുതിയാണ്. അപ്പോൾ ഉപ്പിൻ്റെ നികുതി എന്നെങ്കിലും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഉപ്പിൻ്റെ നികുതിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്, ഗബല്ലെ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഫ്രാൻസിൽ ഉപ്പിൻ്റെ ഉപഭോഗം സംബന്ധിച്ച് ഈടാക്കിയിരുന്ന നികുതിക്ക് പറയുന്ന പേരായിരുന്നു ഗബല്ലെ എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രഭുക്കന്മാരോ അല്ലെങ്കിൽ പുരോഹിതന്മാരോ ഇവർക്കൊന്നും എന്തില്ല, ഈ പറയുന്ന നികുതിയൊന്നുമില്ല. നിലവിൽ ഈ പറയുന്ന 3ാമത്തെ എസ്റ്റേറ്റിൽപ്പെട്ട പാവപ്പെട്ട ജനങ്ങളാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിലവിൽ ഈ നികുതിയും അടച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന നമ്മുടെ നിലവിലത്തെ 3rd എസ്റ്റേറ്റിൽപ്പെട്ട ഫാക്ടറി ലേബേഴ്സും അതേപോലെ തന്നെ നമ്മുടെ ഫാർമേഴ്സുമാണ് ഇവിടെയും എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, ഗബല്ലെയും അടച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഓർത്തു വയ്ക്കുക, ഗബല്ലെ ഉപ്പിൻ്റെ ഉപഭോഗവുമായി സംബന്ധിച്ച് ഫ്രാൻസിൽ അന്ന് ഈടാക്കിയിരുന്ന നികുതിയായിരുന്നു ഗബല്ലെ. ഇത് 1790 നിർത്തലാക്കി. പിന്നീട് നെപ്പോളിയൻ ബോണപ്പാർട്ട് 1806 നടപ്പിലാക്കി. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം കൂടി ഓർത്തു വെച്ചോ, ബൂർഷ്വാസി. ഓക്കെ, ബൂർഷ്വാസി ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് സ്പെൽ ചെക്കായിട്ട് ചോദിക്കാം. അപ്പോൾ എന്താണ് ബൂർഷ്വാസിയുടെ സ്പെല്ലിംഗ് എന്നുള്ളത് മക്കളെ ഓർത്തു വെച്ചോ, BOUR, ബോർ. ഇനി GEO, ജിയോ, ISIE, ഇതാണ് ബൂർഷ്വാസി എന്ന വേർഡിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. ഓർത്തു വെച്ചോ, ചിലപ്പോൾ എങ്ങാനും നമുക്ക് ചോദിക്കാം ഇംഗ്ലീഷിൽ സ്പെൽ ചെക്കായിട്ട് ബൂർഷ്വാസി എപ്പോഴും ചോദിക്കുന്നതാണ്. ബൂർഷ്വാസി സ്പെല്ലിംഗ് എന്താ, BOUR. ബോർ സബ്ജക്റ്റാണ്, ജിയോ എന്ന് ഓർത്താൽ മതി, ജോഗ്രഫി. അപ്പോൾ ബോർ BOUR, GEO, ISIE, അതാണ് ബൂർഷ്വാസി. ഇനി ഈ വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ എന്താ, നഗരവാസി. ഓക്കെ, അപ്പോൾ നഗരവാസി എന്നുള്ളതാണ് നമ്മൾ പറയാറില്ല, അവൻ ഭയങ്കര ബൂർഷ്വാസിയാണ്. അപ്പോൾ എന്താ ബൂർഷ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നഗരവാസി എന്നുള്ളതാണ്. ശരിക്കും നമ്മളത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മീനിങ് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന നമുക്ക് 17, 18 നൂറ്റാണ്ടുകളിൽ ഭൂവുടമകളും അതേപോലെ തന്നെ അവരുടെ ഇടയിൽ അടിയാന്മാരും എന്ന രീതിയിൽ സമൂഹം നമുക്ക് 2ആയിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇവരുടെ ഇടയിൽ, അതായത് ഭൂവുടമകൾക്കും അടിയാന്മാർക്കും ഇടയിൽ കച്ചവടം പുലർത്തിയിരുന്ന അല്ലെങ്കിൽ കച്ചവടങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ മറ്റൊരു മധ്യവർഗമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്, ബൂർഷ്വാസി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ആരാണ് ബൂർഷ്വാസി എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കി ചോദിക്കുകയാണെങ്കിൽ ബൂർഷ്വാസി എന്ന വേർഡിൻ്റെ മീനിങ് നഗരവാസി എന്നാണ്. ഇനി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂവുടമകൾക്കും അടിയാന്മാർക്കുമിടയിൽ എന്ത് ചെയ്തുകൊണ്ടിരുന്നു, കച്ചവട ബന്ധം പുലർത്തിയിരുന്ന ഒരു മധ്യവർഗം. ഇതിനെയാണ് നമുക്ക് എന്തെന്ന് വിളിക്കുന്നത്, ബൂർഷ്വാസി എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അത്രയും കാര്യം ഒന്ന് ഓർക്കുക. ഇനി നമുക്ക് ഈ പറയുന്ന ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന സ്റ്റേറ്റ് ജനറൽ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബാസ്റ്റിൽ ജയിൽ ആക്രമണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ പറയുന്ന ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ 1789
ജൂൺ 20. PSC ഇങ്ങനെ ചോദിക്കത്തുള്ളൂ. അതായത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ താഴെ പറയുന്നവയിൽ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് ഏതെന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവം. അതേപോലെ തന്നെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെന്നീസ് കോർട്ട് നമുക്കറിയാം, സാധാരണ ടെന്നീസ് കോർട്ട്, അതായത് ഈ പറയുന്ന രാജാവിൻ്റെ ഈ പ്രജകളോടുള്ള ആ ഒരു ഒട്ടും പരിഗണനയില്ലാത്ത ആ ഒരു സ്വഭാവം അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടും എന്നേക്കുമായിട്ട്, അതായത് ഈ പറയുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റിൽപ്പെട്ട ആൾക്കാർ അവർക്ക് എന്തു വേണം, സ്വന്തമായിട്ട് ഒരു ഭരണാധികാരി വേണം. അതേപോലെ തന്നെ ഫ്രാൻസിൻ്റെ അധികാരം എന്ന് പറയുന്നത് രാജാവിൽ നിന്നും എന്നേക്കുമായിട്ട് എന്ത് ചെയ്യുക, നിർത്തലാക്കുക, രാജഭരണം നിർത്തലാക്കുക. അങ്ങനെ അവർക്ക് സ്വന്തമായിട്ടൊരു ഭരണാധികാരി ഇതൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ തൊട്ടടുത്തുള്ളൊരു ടെന്നീസ് കോർട്ടിൽ വന്ന് എന്ത് ചെയ്യുന്നു, അവർ പ്രതിജ്ഞ എടുക്കുന്നതാണ് ഈ പറയുന്ന ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. അപ്പോൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത് നടന്നത് 1789 ജൂൺ 20 ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ്. മൂന്നാമത്തെ എസ്റ്റേറ്റ് അടുത്തുള്ളൊരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ച് രാജാവിൻ്റെ അധികാരം പരിമിതപ്പെടുത്തണം, ഫ്രാൻസിനായിട്ടൊരു പുതിയ ഭരണഘടന തയ്യാറാക്കണം, അത് എങ്കിൽ മാത്രമാണ് ഞങ്ങൾ ഈ ടെന്നീസ് കോർട്ടിൽ നിന്ന് പിരിഞ്ഞു പോകുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ പ്രതിജ്ഞ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഇത്രയെങ്കിലും ഓർക്കുക, 1789 ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടാന്നുള്ളതും ഓർക്കുക. അടുത്താണ് ബാസ്റ്റിൽ ജയിൽ ആക്രമണം. നടന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഈ ഡേറ്റ് എങ്കിലും ഒന്ന് ഓർത്ത് വയ്ക്കുക, 1789 ജൂലൈ 14. ഓക്കെ, അപ്പോൾ 1789 ജൂലൈ 14 ഏത് നടക്കുന്നത്, ബാസ്റ്റിൽ ജയിൽ ആക്രമണം നടക്കുന്നത്. അതായത് നമുക്കറിയാം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുഖ്യ മുദ്രാവാക്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യം വന്നത് ഏത് വിപ്ലവവും അല്ലെങ്കിൽ ഏത് കലാപവുമായി ബന്ധപ്പെട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാസ്റ്റിൽ ജയിൽ തകർക്കുന്ന സമയത്താണ് ഈ പറയുന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് വിപ്ലവകാരികൾ മുഴക്കിയത്. അതായത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യം ആദ്യമായിട്ട് ജനങ്ങൾ ഉയർത്തിയത് ഏത് സമയത്താണെന്ന് ചോദിച്ചാൽ ബാസ്റ്റിൽ ജയിൽ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ്. നടന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1789 ജൂലൈ 14. അന്ന് തന്നെയാണ് ജൂലൈ 14 ഫ്രഞ്ച് ദേശീയ ദിനമായിട്ട് ആചരിക്കുന്നത്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ഈ ബാസ്റ്റിൽ ജയിൽ തകർക്കുകയും അങ്ങനെ ജനങ്ങൾക്ക് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു, അവരുടെ അവകാശങ്ങൾ നേടി എന്നുള്ളൊരു ധാരണ വരുന്നത് ബാസ്റ്റിൽ ജയിൽ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മെയിൻ ട്രിഗർ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവും ഏത് തന്നെയാണ്, ബാസ്റ്റിൽ ജയിൽ ആക്രമണമാണെന്നുള്ളത് മക്കളെ ഓർത്തു വയ്ക്കുക. ഓക്കെ, അതാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം. അപ്പോൾ നമ്മൾ പറഞ്ഞു ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്ന വർഷം എന്നാണ്, ബാസ്റ്റിൽ ജയിൽ ആക്രമണം നടന്നതെന്നാണ്. അപ്പോൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത് എല്ലാം 1789 ഫസ്റ്റ് വരുന്നത് ജൂണാണ്, നമുക്ക് ഓർത്തിരിക്കാനുള്ള വർഷം ജൂൺ 20. അത് കഴിഞ്ഞാൽ 1789, അത് അടുത്ത ഏതാണ്, ജൂലൈ 14. അടുത്തതാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം. അതായത് ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ വർഷം എന്നാ ചോദിച്ചാൽ മക്കളെ സെയിം ഇയർ തന്നെ 1789 ഓഗസ്റ്റ് 12. അപ്പോൾ ഇത്രയും ഡേറ്റ് ഒന്ന് ഓർത്തു വെച്ചോ, ഇത്രയും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 1789 ജൂൺ 20 എന്തെന്ന് പറയുന്നത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്. 1789 ജൂലൈ 14 എന്തെന്ന് പറയുന്നത് ബാസ്റ്റിൽ ജയിൽ ആക്രമണം. 1789 ഓഗസ്റ്റ് 12 മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അതിനോടുകൂടിയാണ് പിന്നീട് അടുത്തൊരു സ്റ്റേജിലേക്കൊക്കെ പോകുന്നത്. ഫ്രാൻസിൽ ഭീകരവാഴ്ച, അതേപോലെ തന്നെ ആ സമയത്ത് ഈ പറയുന്ന ഭീകരവാഴ്ചയുടെ ആ ഒരു കാലഘട്ടത്ത് ഈ പറയുന്ന റോബിസ്പിയർ എന്ന് പറയുന്ന ഒരു വ്യക്തി പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ അംഗമായിട്ടൊക്കെ വരുന്നുണ്ട്. അന്ന് ഇവരെല്ലാവരും കൂടി, അതായത് ശത്രുക്കളെന്ന് തോന്നിയവരെ വധിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന സാധനം അല്ലെങ്കിൽ ഉപകരണം അല്ലെങ്കിൽ ആയുധമാണ് എന്തെന്ന് പറയുന്നത് ഗില്ലറ്റിൻ. അപ്പോൾ ഓർത്തു വെച്ചോ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സമയത്ത് എന്താണ് ആളുകളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ആയുധം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ മക്കളെ അത് ഗില്ലറ്റിൻ അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. ഗില്ലറ്റിൻ ആയിരുന്നു. അതായത് ഫ്രാൻസിലെ ഭീകരവാഴ്ചയുടെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത് ജനങ്ങളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട്, അതാണ് ഗില്ലറ്റിൻ. അതേപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സമയത്ത് വധിക്കപ്പെട്ട ശാസ്ത്രജ്ഞൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അന്റോണിയോ ലവോസിയർ ആണ്. ഓക്കെ, അപ്പോൾ അന്റോണിയോ
ലവോസിയർ. ഓക്കെ, അന്റോണിയോ ലവോസിയർ ആണ് ഫ്രഞ്ച് വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട രസതന്ത്ര ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാം ഫ്രഞ്ച് ചിന്തകരും അവരുടെ ആശയങ്ങളുമാണ്. അപ്പോൾ നമുക്കതൊരു ചോദ്യമായിട്ട് തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യം നോക്കിയിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുകൂടി പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഈ ഒരു ഇത്രയും നമ്മൾ പറഞ്ഞത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മറ്റൊരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് കണ്ടോ, അല്ലെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക. ഇപ്പോഴും നമ്മുടെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് കരുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതേപോലെ തന്നെ നമ്മുടെ റിലേറ്റീവ്സിലേക്കൊക്കെ വന്ന് ഇതൊന്ന് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും ഇനി വരാനിരിക്കുന്ന 2025 എല്ലാ എക്സാമുകൾക്കും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഏതാണ്? ഈ ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് ചാടിക്കയറി ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. കാരണം ഒന്നാമത്തെ ജോഡി റോബിസ്പിയർ ജാക്കോബിയൻ ക്ലബ്ബ്, നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞതാണ് റോബിസ്പിയറിനെ കുറിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും. അടുത്ത ഏപ്രിൽ തീസിസ് VA ലെനിനാണ്. അടുത്തത് സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയുന്നത് വോൾട്ടയർ. ഈ ഒരു ജോഡി അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒന്ന് ഒഴിവാക്കാം. അടുത്തത് ലോങ് മാർച്ച് മാവോ സേതൂങ്, ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തെറ്റായത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയുന്നത് വോൾട്ടയറിൻ്റെ അല്ല. സ്പിരിറ്റ് ഓഫ് ലോ അല്ലെങ്കിൽ നിയമങ്ങളുടെ അന്തസത്ത, അങ്ങനെ തന്നെ ഓർത്തു വയ്ക്കുക. നിയമങ്ങളുടെ അന്തസത്ത അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് ലോ ആരുടെയാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? മൊണ്ടസ്ക്യൂവിൻ്റെയാണ്. അപ്പോൾ മൊണ്ടസ്ക്യൂവിൻ്റെയാണ് സ്പിരിറ്റ് ഓഫ് ലോ അല്ലെങ്കിൽ നിയമങ്ങളുടെ അന്തസത്ത. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രഞ്ച് ചിന്തകന്മാരും അവരുടെ ആശയങ്ങളെക്കുറിച്ചും നമുക്കൊന്ന് നോക്കാം. പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ചിന്തകനായിരുന്നു ആരെന്ന് പറയുന്നത്? വോൾട്ടയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പുരോഹിതന്മാരുടെ എന്തിനെക്കുറിച്ച്? ചൂഷണത്തെക്കുറിച്ച് പരിഹസിച്ച ചിന്തകനായിരുന്നു ആരെന്ന് പറയുന്നത്? യെസ്, വോൾട്ടയർ എന്ന് പറയുന്ന വ്യക്തി. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ്? വോൾട്ടയർ തന്നെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അതേപോലെ തന്നെ എന്താണ്, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സമയത്ത് പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ചിന്തകനായിരുന്നു ആരെന്ന് പറയുന്നത്? വോൾട്ടയർ എന്നറിയപ്പെടുന്ന വ്യക്തി. വോൾട്ടയറിൻ്റെ യഥാർത്ഥ നാമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാങ്കോയിസ് മേരി അറൗട്ട്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം? ഫ്രാങ്കോയിസ് മേരി അറൗട്ട്. ഓക്കെ, അപ്പോൾ ഫ്രാങ്കോയിസ് മേരി അറൗട്ട് എന്ന് പറയുന്നത് ആരുടെ യഥാർത്ഥ നാമമാണ് എന്ന് ചോദിച്ചാൽ മക്കളെ ആരുടെയാ? വോൾട്ടയറിൻ്റെ യഥാർത്ഥ നാമമായിരുന്നു ഏതെന്ന് പറയുന്നത്? ഫ്രാങ്കോയിസ് മേരി അറൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ചിന്തകനാണ് വോൾട്ടയർ എന്ന് പറയുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ്? വോൾട്ടയർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഫ്രാങ്കോയിസ് മേരി അറൗട്ട്. ഫ്രാങ്കോയിസ് മേരി അറൗട്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. യുക്തിചിന്ത, അതേപോലെ തന്നെ സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ച ചിന്തകൻ. അപ്പോൾ യുക്തിചിന്ത, സമത്വം, അതേപോലെ തന്നെ മനുഷ്യസ്നേഹം, യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ച ചിന്തകനാണ് വോൾട്ടയർ. അപ്പോൾ ഓർത്തു വയ്ക്കുക, യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ച ചിന്തകനാണ് വോൾട്ടയർ. ഓക്കെ, ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച ചിന്തകൻ ആരാന്ന് ചോദിച്ചാൽ അത് മൊണ്ടസ്ക്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് വോൾട്ടയറെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. ഒന്നുകൂടി പറയാം, പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ചിന്തകനാണ് വോൾട്ടയർ. വോൾട്ടയറിൻ്റെ യഥാർത്ഥ നാമമാണ് ഫ്രാങ്കോയിസ് മേരി അറൗട്ട്. ഫ്രാങ്കോയിസ് മേരി അറൗട്ട്. അതേപോലെ തന്നെ അദ്ദേഹം യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവയെ പ്രോത്സാഹിപ്പിച്ചതും ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? വോൾട്ടയർ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്?
യെസ്, വോൾട്ടയർ തന്നെയാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് വോൾട്ടയറുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, അടുത്തതാണ് മൊണ്ടസ്ക്യൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഫ്രഞ്ച് വിപ്ലവം നമ്മൾ പഠിക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ചിന്തകരും അവരുടെ ആശയങ്ങൾ ആരുടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാണ് നമ്മൾ പറഞ്ഞു ആദ്യത്തെ വോൾട്ടയർ, രണ്ട് മൊണ്ടസ്ക്യൂ, അടുത്ത ആളാണ് ആരെന്ന് പറയുന്നത് റൂസോ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വോൾട്ടയർ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മൊണ്ടസ്ക്യൂ, അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് റൂസോ. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ചിന്തകന്മാരും അവരുടെ ആശയങ്ങളും ആരുടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് വോൾട്ടയർ ആണ്, 2 മൊണ്ടസ്ക്യൂ ആണ്, 3 റൂസോ ആണ്. ഓക്കെ, വോൾട്ടയറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, അടുത്ത് മൊണ്ടസ്ക്യൂ ആണ്. അതായത് ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച തത്വചിന്തകൻ, ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും. ഓക്കെ, അപ്പോൾ ജനാധിപത്യത്തെയും അതേപോലെ തന്നെ റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു. ഓക്കെ, അപ്പോൾ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച തത്വചിന്തകൻ ഗവൺമെൻറ്റിൻ്റെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തരംതിരിക്കണമെന്ന് വാദിച്ചു. അപ്പോൾ ഗവൺമെൻറ്റിനെ എന്താണ് നീതി നിർവഹണം. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം. ഓക്കെ, നിയമനിർമ്മാണമെന്നും അതേപോലെ തന്നെ കാര്യനിർവഹണം. ഓക്കെ, അപ്പോൾ നിയമനിർമ്മാണം, കാര്യനിർവഹണമെന്ന് ഗവൺമെൻറ്റിനെ 2ആയിട്ട് തരംതിരിക്കണമെന്ന് വാദിച്ചത് മൊണ്ടസ്ക്യൂ ആണ്. അപ്പോൾ ഗവൺമെൻറ്റിനെ എന്തായിട്ട് നിയമനിർമ്മാണം, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായിട്ട്, അപ്പോൾ 3 എണ്ണമായിട്ടാണ് തരംതിരിക്കണമെന്ന് ആര് പറഞ്ഞു? നമ്മുടെ മൊണ്ടസ്ക്യൂ പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് മൊണ്ടസ്ക്യൂ? അതായത് ഗവൺമെൻറ്റിനെ ഒന്ന് നിയമനിർമ്മാണം, 2 എന്താണ് രണ്ടാമത്തെയാണ് കാര്യനിർവഹണം, 3 നീതിന്യായം. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ്റിനെ 3 വിഭാഗങ്ങളായിട്ട് തരംതിരിക്കണമെന്ന് വാദിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ആരാണ്? അത് മൊണ്ടസ്ക്യൂ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അതേപോലെ തന്നെ നിയമങ്ങളുടെ അന്തസത്ത അല്ലെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷാണ് സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയുന്നത് ആരുടെ ബുക്കാണെന്ന് ചോദിച്ചാൽ അതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയുന്നത് ആരുടെ അല്ല? വോൾട്ടയറിൻ്റെ അല്ല. അത് ആരുടെയാണ്? യെസ്, മൊണ്ടസ്ക്യൂവിൻ്റെ ബുക്കാണ് സ്പിരിറ്റ് ഓഫ് ലോ. മൊണ്ടസ്ക്യൂ ഓർത്തു വയ്ക്കുക, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരുടെയാണ്? മൊണ്ടസ്ക്യൂവിൻ്റെ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് റൂസോ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നമുക്ക് അടുത്ത് പഠിക്കാം. അതായത് റൂസോ ജനിച്ചത് സ്വിറ്റ്സർലൻഡിലാണ്. ദ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന ഗ്രന്ഥം അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ. ഓക്കെ, ദ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന ഗ്രന്ഥം രചിച്ചത്. ഓക്കെ, ദ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം റൂസോ ആണ്. ദ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന ഗ്രന്ഥം രചിച്ചത്. റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചു. അപ്പോൾ റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത്, അപ്പോൾ റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ദ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ്. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ദ സോഷ്യൽ കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ ദ സോഷ്യൽ കോൺട്രാക്റ്റ് ആണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥമെന്ന് പറയുന്നത്. അതിൻ്റെ മലയാളമാണ് സാമൂഹിക ഉടമ്പടി. അപ്പോൾ സാമൂഹിക ഉടമ്പടി ആരുടെ ഗ്രന്ഥമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂസോൻ്റെ ഗ്രന്ഥമാണ് സാമൂഹിക ഉടമ്പടി, അതർവൈസ് നോൺ ആസ് സോഷ്യൽ കോൺട്രാക്റ്റ്. അതേപോലെ തന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയ ഒരു ഗ്രന്ഥം, അതിൻ്റെ പേരാണ് എമിലി എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്
റൂസോ എഴുതിയ ഗ്രന്ഥം ഏതാണ് എന്ന് ചോദിച്ചാൽ മക്കളെ ഏതാണ്? എമിലി എന്ന് പറയുന്നതാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ എഴുതിയ കൃതിയാണ് എമിലി എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ എഴുതിയ കൃതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എമിലിയാണ്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എമിലി, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എമിലി. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ദ സോഷ്യൽ കോൺട്രാക്റ്റ്. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ദ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. ദ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? റൂസോ. റൂസോ റൂസോ അപ്പോൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എഴുതിയ കൃതി എമിലി. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ബലമാണ് ഭരണകൂടം എന്നറിയപ്പെട്ടത് ആരാ ചോദിച്ചാൽ അതും റൂസോ തന്നെയാണ്. അപ്പോൾ ഭരിക്കുന്നവരും ഭരിക്കുന്നവരും അതേപോലെ തന്നെ ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടമെന്ന് അഭിപ്രായപ്പെട്ടത് റൂസോ ആണ്. അപ്പോൾ ഫ്രഞ്ച് ചിന്തകരും ആശയങ്ങളുമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞത്. നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മൾ 3 ഫ്രഞ്ച് ചിന്തകന്മാരും അവരുടെ ആശയങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അതിലൊന്നാമത്തെ വ്യക്തിയാണ് ഏതെന്ന് പറയുന്നത്? വോൾട്ടയർ എന്ന് പറയുന്നത്. ഒന്നാമത്തെ വ്യക്തിയായിരുന്നു വോൾട്ടയർ. നമ്മൾ പറഞ്ഞു ആദ്യം പറയേണ്ടത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വോൾട്ടയർ എന്നറിയപ്പെടുന്നത്. അതേപോലെ തന്നെ വോൾട്ടയർ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ചിന്തകൻ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം നമ്മൾ പറഞ്ഞു എന്താണ്? ഫ്രാങ്കോയിസ് മേരി അറൗട്ട് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. യുക്തിചിന്ത അതേപോലെ തന്നെ എന്താണ്? സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ച ചിന്തകൻ. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ച ചിന്തകനാണ് ആരെന്ന് പറയുന്നത്? വോൾട്ടയർ എന്ന് പറയുന്ന വ്യക്തി. അതേപോലെ നമ്മൾ അടുത്തൊരു വ്യക്തി പറഞ്ഞതാണ് മൊണ്ടസ്ക്യൂ. ആരാണ്? അതായത് ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച തത്വചിന്തകനാണ് മൊണ്ടസ്ക്യൂ. ഗവൺമെൻറ്റിൻ്റെ നിയമനിർമ്മാണം, കാര്യനിർവഹണം. അതായത് ഗവൺമെൻറ്റിനെ നമുക്ക് 3ആയിട്ട് തരംതിരിച്ചു. ആര്? മൊണ്ടസ്ക്യൂ എന്ന് പറയുന്ന വ്യക്തിയാണ് ഗവൺമെൻറ്റിനെ 3ആയിട്ട് തരംതിരിച്ച് ഒന്നാമത്തെയാണ് ഏതെന്ന് പറയുന്നത്? നിയമനിർമ്മാണം. 2 കാര്യനിർവഹണം. 3 നീതിന്യായം. അപ്പോൾ ഓർത്തു വയ്ക്കുക, മൊണ്ടസ്ക്യൂ തിരിച്ചത് ഗവൺമെൻറ്റിനെ എത്രയായിട്ടാണ്? 3ആയിട്ടാണ് തരംതിരിച്ചത്. ഒന്നാമത്തെയാണ് നിയമനിർമ്മാണം, രണ്ടാമത്തെ കാര്യനിർവഹണം, മൂന്നാമത്തെ നീതിന്യായം എന്നീ 3 വിഭാഗങ്ങളായിട്ട് തിരിച്ച ഫ്രഞ്ച് ചിന്തകനാരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ആരാണ്? മൊണ്ടസ്ക്യൂ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പുസ്തകത്തിൻ്റെ പേരായിരുന്നു എന്തെന്ന് പറയുന്നത്? സ്പിരിറ്റ് ഓഫ് ലോ അല്ലെങ്കിൽ നിയമങ്ങളുടെ അന്തസത്ത എന്നുള്ളതാണ് അതിൻ്റെ മലയാളം എന്ന് പറയുന്നത്. അപ്പോൾ സ്പിരിറ്റ് ഓഫ് ലോ, നിയമങ്ങളുടെ അന്തസത്ത എന്ന പുസ്തകം രചിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? നമ്മുടെ മൊണ്ടസ്ക്യൂ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അത്രയാണ് മൊണ്ടസ്ക്യൂവിനെ കുറിച്ചുള്ളൂ. അടുത്താണ് നമ്മൾ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പേഴ്സണാലിറ്റിയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ റൂസോ എന്നറിയപ്പെടുന്ന വ്യക്തി. നമ്മൾ പറഞ്ഞു റൂസോ ജനിച്ചത് സ്വിറ്റ്സർലൻഡിലാണ്. ദ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന ഗ്രന്ഥം അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. സോഷ്യൽ കോൺട്രാക്റ്റ് അതിൻ്റെ മലയാളമാണ് സാമൂഹിക ഉടമ്പടി എന്നറിയപ്പെടുന്നതാണ് സോഷ്യൽ കോൺട്രാക്റ്റിൻ്റെ മലയാളം. റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ് സോഷ്യൽ കോൺട്രാക്റ്റ്. റിപ്പബ്ലിക് എന്ന ആശയം അതേപോലെ തന്നെ എന്താണ്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നു. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ രചിച്ച കൃതിയാണ് ഏതെന്ന് പറയുന്നത്? എമിലി എന്ന് പറയുന്നതാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ രചിച്ച കൃതിയുടെ പേരാണ് എമിലി എന്ന് പറയുന്നത്. അപ്പോൾ ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടമെന്ന് അഭിപ്രായപ്പെട്ടത് ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? റൂസോ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഫ്രഞ്ച് വിപ്ലവവും അതേപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ചിന്തകരും അവരുടെ ആശയങ്ങളും എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പ്രധാനപ്പെട്ട 3 പേര് നമ്മൾ പറഞ്ഞു. ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ വോൾട്ടയർ, മൊണ്ടസ്ക്യൂ, റൂസോ. അപ്പോൾ കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ
നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടും അതേപോലെ തന്നെ ഷെയറും ലൈക്കും ഇതൊക്കെയാണ് നമ്മുടെ മുന്നോട്ടേക്കുള്ള ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് ഇനി കിടക്കാം. ഓക്കെ.